പോർത്തോയിൽ സിനിമ എല്ലാവരും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പടമല്ലേ. എന്നാൽ പോർത്തോയിലിന് ശേഷം ഞാൻ കണ്ട ഒരു ഡീസെന്റ് സൈക്കിക് ത്രില്ലറാണ് നമ്മുടെ സുപ്രീം സ്റ്റാർ ശരത് കുമാറിന്റെ സ്മൈൽ മാൻ. സോ അങ്ങേരെ 150ാമത്തെ സിനിമയാണ്. അതുകൊണ്ട് ഗോട്ടിൽ വിജയ്ക്ക് കൊടുക്കുന്ന പോലെ ടൈറ്റിൽ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതേ സാധനം തന്നെയാണ്. എന്നാലും അങ്ങേരെ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു കിഡിലൻ ആക്ടറാണ്. പലപ്പോഴും കിട്ടേണ്ട അപ്രീസിയേഷൻ റെക്കഗ്നേഷൻ ആൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള്. സോ മാർക്കോന് നമ്മുടെ സൈറസ് വന്നിട്ട് വൈ സോ സീരിയസ് വന്നിട്ട് മുഖത്തൊരു സ്മൈൽ ഇട്ട് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ സ്മൈൽ ഇട്ട് കൊടുത്തിട്ട് കില്ലിങ്സ് നടത്തുന്ന സീരിയൽ കില്ലറും ആ കില്ലറെ പിടിക്കാൻ വേണ്ടി പോണ അൽഷിമേഴ്സ് ഉള്ള ഒരു പോലീസ് ഓഫീസറിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫസ്റ്റ് ഹാഫ്. കാരണം ചില സീൻസ് ഒക്കെ സ്വീറ്റ് ഓഫ് ദ എഡ്ജ് ത്രില്ലർ പോലെ തോന്നി. കാരണം ഇതിൽ നെപ്പോളിയനെ സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ട് ഒരു വീട്ടിൽ വെച്ചിട്ട്. അപ്പൊ ശരത് കുമാർ വരുന്നുണ്ട്. ആ സീനൊക്കെ നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ലെവൽ കൂട്ടുന്ന ഒരു സീനായിരുന്നു. പിന്നെ എന്താ നടക്കുക എന്നൊക്കെ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഭയങ്കര ആവറേജ് ആയിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ സീരിയൽ കില്ലിംഗ് പടങ്ങളിലും പോലെ തന്നെ ഈ കില്ലറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് ഭയങ്കര വീക്ക് ആയിരുന്നു. പിന്നെ നമ്മുടെ ഡെഡ് ബോഡി ആവാൻ വേണ്ടി മാത്രമുള്ള ഒരു നടൻ ഉണ്ടല്ലോ തമിഴ് സിനിമയിൽ, കളിയരസൻ ആളുണ്ട് ഈ സിനിമയിൽ. കളിയരസനൊക്കെ എത്ര കിടിലൻ ആക്ടർ. അങ്ങേര് വെറും ഡെഡ് ബോഡി ആക്കിയിട്ടാണ് പല സിനിമയിലും പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ദേവര വരെ നോക്കണം, അതിലും അങ്ങനെ തന്നെയാണ്. സോ ഇതിലെ കില്ലർ ആരാണെന്ന് നമുക്ക് അവസാനം മനസ്സിലാവുള്ളൂ. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഉണ്ടായിരുന്നോ നമ്മൾ ആലോചിച്ചു. ശരത് കുമാർ നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഫ്ലാഷ് ബാക്ക് പോർഷൻ ഭയങ്കര വീക്ക് ആയിരുന്നു. ബാക്കിയൊക്കെ കൊള്ളായിരുന്നു. അത്യാവശ്യം ഫൈറ്റ് സീൻസ് ഒക്കെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടും അതേപോലെ തന്നെ അൽഷിമേഴ്സിന്റെ ഇഷ്യൂസും അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സാധാരണ കില്ലിംഗ് ഈ സീരിയൽ കില്ലിംഗ് സമയത്ത് ഈ അൽഷിമേഴ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കില്ലിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇത് ഇങ്ങേർക്ക് അൽഷിമേഴ്സ് കാരണം ഉണ്ടാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് എടുത്ത് പറയുന്നുണ്ട്. സോ പടം സമയമുള്ളവർ കണ്ടു നോക്കുക. ട്രൈ ഔട്ട് മോശമില്ലാത്തൊരു ഡീസെന്റ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം.